ഏറ്റവും പാടുള്ളതും അതുപോലെ ദീർഘകാലം ട്രീറ്റ്മെൻറ്റ് വേണ്ടതുമായ സ്കിന്നിലുള്ള അസുഖങ്ങൾ പ്രധാനമാണ് സോറിയാസിസ്, വിറ്റിലിഗോ, ലൈക്കൻ പ്ലാനസ്. ഇവ മൂന്നും ഓട്ടോ ഇമ്മ്യൂൺ സ്കിൻ ഡിസോർഡേഴ്സാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ രോഗപ്രതിരോധ ശക്തി നമ്മുടെ സ്കിന്നിനെ അറ്റാക്ക് ചെയ്തിട്ടാണ് ഈ അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ സ്കിൻ ഡിസോർഡേഴ്സിന് നമുക്ക് എപ്പോഴും കുറച്ച് കാലത്തേക്കുള്ള ലോങ് ടേം ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. ഇത് ഒരിക്കലും നമുക്കൊരു 1 മാസമോ 6 മാസമോ കൊണ്ടൊന്നും ഇത് ഭേദപ്പെടുത്താനോ അല്ലെങ്കിൽ ഇതിൻ്റെ അളവ് കുറയ്ക്കാനോ ഒന്നും പറ്റില്ല. ഇതിന് കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ 1 മുതൽ ചിലപ്പോൾ 2 or 3 വർഷം വരെയെങ്കിലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള അസുഖങ്ങളാണിവ. ഇവയിൽ ചിലവർ വരും പറയും കുറച്ച് നാൾ ഞാനിപ്പോൾ 2 മാസം ഒരു ഡോക്ടറെ അടുത്ത് കഴിഞ്ഞു, അപ്പോഴത്തേക്ക് ഇതെല്ലാം മാറി. പക്ഷേ ഇവയിൽ ഏകദേശം 90% അസുഖങ്ങളും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി പിന്നെയും തിരിച്ചു വരികയും ഇവ പൂർവാധിക ശക്തിയോട് കേടുകയാണ് വരാനാണ് സാധാരണ കാണാറുള്ളത്. അപ്പം ഈ ഒരു അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെറും മെഡിസിൻസ് മാത്രം പോരാ. ഈ ഓട്ടോ ഇമ്മ്യൂൺ സ്കിൻ ഡിസോർഡേഴ്സിന് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മോഡിഫൈ ചെയ്യേണ്ടി വരും, സ്ട്രെസ്സ് മാനേജ് ചെയ്യേണ്ടി വരും, പിന്നെ അതുപോലെ മെഡിസിൻസ് കഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഹോമിയോപ്പതി മെഡിസിൻസ് ഇതിനു വേണ്ടി സ്പെസിഫിക് ആയിട്ട് തരുന്നുണ്ട്. അതുപോലെ ഈ സ്കിന്നിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഹെർബൽ മെഡിക്കേഷൻസ് ഉണ്ട്. അതുപോലെ നമ്മളിവിടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പ്രോട്ടോക്കോളാണ് ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിന് ഫോളോ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിന് ഇത് നമ്മുടെ കൂടുതൽ ആന്തരിക അവയവങ്ങളിൽ പോകുന്നുണ്ടോ എന്ന് നമ്മൾക്ക് ഇത് അറിയേണ്ടി വരും. അതുപോലെ ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുള്ളവർക്ക് ചിലപ്പോൾ തൈറോയിഡിനെയും ഡയബറ്റീസും ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇവയെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനും അതുപോലെ ഇതിൻ്റെ ഒരു പ്രോപ്പറായുള്ള ഒരു പ്രോഗ്നോസിസും അറിഞ്ഞാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. നമ്മുടെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഒരിക്കലും സ്റ്റിറോയിഡ്സോ അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസൻസോ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ഇവിടുത്തെ ഹെർബൽ മെഡിക്കേഷൻസാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അതുപോലെ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ്സും നമ്മളിവിടെ കൃത്യമായി ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉള്ളവർ ഇവിടെ വരിക, ആദ്യം നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഡയഗ്നോസിസ് നടത്തിയിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ എങ്ങനെ മോഡിഫൈ ചെയ്യണം, നിങ്ങളുടെ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു തന്നത് നമ്മളൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഇവയ്ക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടാനുള്ളൂ. പലതിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ. ചില കണ്ടീഷൻസ് മാത്രമേ ഓട്ടോ ഇമ്മ്യൂണിറ്റി നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനൊക്കെ ഉള്ളൂ. അപ്പം വിറ്റിലിഗോയൊക്കെ ഉള്ളവർക്ക് ചില ഭാഗങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ തിരിച്ച് പിഗ്മെൻറ്റേഷൻ വരാനുള്ള ചാൻസസ് ഇല്ല. പിന്നെ അത് കൂടുതൽ സ്പ്രെഡ് ആവാതിരിക്കുക, അങ്ങനെയുള്ള പിന്നെ വേറൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിലോട്ട് പോവാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുള്ള ഒരാളുടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം വിശദ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്.